ഈ പ്രൊഫസർ വന്നിരുന്നുകൊണ്ട് വ്യക്തിപരമായി എനിക്കെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും ഞാൻ അതിന് മറുപടി പറയുന്നില്ല. കാരണം ഈ പ്രൊഫസർ ആണെങ്കിൽ ആ നിലവാരമേ ഉള്ളൂ അദ്ദേഹത്തിന്. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ പറയും, അതിലൊന്നും എനിക്ക് വിഷമമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു നിലവാരം എന്താണെന്ന് ഇപ്പൊ കേൾക്കുന്നവര് കേട്ടല്ലോ. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. പക്ഷെ ഈ പ്രൊഫസർക്ക് ഒരു വിവരവും ഇല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഈ പ്രൊഫസറോട് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ജഡ്ജ്മെന്റ് കൊടുത്ത രണ്ട് ഉന്നതരായിട്ടുള്ള ന്യായാധിപന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പ്രൊഫസറോട് ചോദിച്ചത്. പക്ഷെ ഈ പ്രൊഫസർക്ക് അതിനുള്ള മറുപടിയില്ല. പ്രൊഫസറെ, ഞാൻ പ്രൊഫസറോട് ചോദിച്ച ചോദ്യം ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധിന്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് പ്രൊഫസർക്ക് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഞാൻ പറഞ്ഞ ഉദ്ധരിച്ച കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും മറുപടി ഉണ്ടോ പ്രൊഫസറെ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് പക്ഷെ പ്രൊഫസർക്ക് ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, പ്രൊഫസർക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. മനസ്സിലായോ? കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമുള്ളതല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. പുറകെ ഞങ്ങളുണ്ട്. നിങ്ങളുടെ ഈ വലിയ ഏറ്റവും വലിയ കൂടിയ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടുപിടിച്ച ഒരുത്തനെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറാക്കി വെച്ചു. പറഞ്ഞാണല്ലോ ഇടിച്ചെല്ലെടുത്ത് പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. എവിടുത്തെ പാർട്ടിയാ പ്രൊഫസർ ഇത്? ഈ പാർട്ടിക്ക് ഭരണഘടനയുണ്ടോ പ്രൊഫസറെ? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഈ പാർട്ടിക്ക് ക്രിമിനൽ സിവിൽ നിയമങ്ങളുണ്ടോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ച ഒരുത്തനെ ജയിലിൽ കിടന്നപ്പോ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാക്കി കൊണ്ടുവെക്കുന്നു. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പ്രൊഫസർ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? എന്നിട്ട് ആ കുറ്റക്കാരൻ, ആ കുറ്റവാളി, കൺവിക്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ, അക്യൂസ്ഡ് അല്ല കൺവിക്ട്, അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് പുഷ്പചക്രം വെക്കുന്നു. ഇത് എവിടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അതുകൊണ്ട് ടി.പി. ചന്ദ്രശേഖരനെ കൊന്നത് CPM നടത്തിയ ഗൂഢാലോചനയാണെന്ന് മനസ്സിലാകണമെങ്കിൽ പ്രോജുമെന്റ് ഒക്കെ എടുത്ത് വായിച്ചിട്ട് വേണം ചർച്ചയ്ക്ക് വരാൻ. അല്ലാതെ AKG സെന്ററിൽ നിന്നുള്ള തീട്ടൂരം കൊണ്ടുവന്ന് വെച്ചിട്ട് KM ഷാജാൻ വട്ടപൂജ്യമാണെന്നും KM ഷാജാൻ എല്ലിൻ കഷ്ണം ഒന്ന് ആലോചിച്ചു പ്രൊഫസറെ, നിങ്ങൾക്കൊരു നിലവാരമില്ലേ?